flowers of Thailand. ഇതൊരു മൈതാനം പോലെ, കാർപ്പറ്റ് ചെയ്തൊരു മൈതാനം പോലെ അത്രയും വിസ്തൃതിയിൽ കിടക്കുകയാണ്. ഇതിൻ്റെ ചുറ്റുമുള്ള മനോഹര കാഴ്ചകളും കൾച്ചറൽ ഇവൻറ്റ്സ് ഒരു സൈഡിൽ നടക്കുന്നു. അത് നമ്മൾക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഇനി ഫോട്ടോ എടുക്കാൻ ഇനി ഏതെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ നോക്കുക. എല്ലാ സ്ഥലത്തും നിന്ന് ഫോട്ടോഗ്രാഫ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. വാക്കുകൾക്ക് അതീതമാണ് ഇവിടുത്തെ സൗന്ദര്യം. ബൻ സുഖാവതി എന്ന് പറയുന്ന ഈ പാലസ് ആൻഡ് ഗാർഡൻ കോംപ്ലക്സ് പട്ടായയിൽ വന്നാൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് സീ പ്ലേസ് ആണ്. തായ്ലൻഡിൻ്റെ ട്രഡീഷണൽ നൃത്തരൂപങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഭംഗിയുള്ള കോസ്റ്റ്യൂംസും സ്റ്റെപ്സും ഒക്കെയാണ്. മ്യൂസിക് ആണെങ്കിലോ അത് അതിലും മനോഹരം. സുന്ദരികളായ തായ് യുവതികൾ. എന്തൊരു സൂത്തിങ് ആൻഡ് ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡാൻസിൻ്റെ സ്റ്റെപ്സ് മ്യൂസിക്കാണ് നോക്കുക. ആ കുട്ടികളുടെ മുഖത്ത് വിരിയുന്ന ഒരു ചിരി ഭയങ്കര ഗ്രേസ്ഫുള്ളാണ്. നമുക്ക് കണ്ടിങ്ങനെ അങ്ങനെ മതിമറന്ന് നിൽക്കാൻ തോന്നുന്ന നൃത്ത ചുവടുകളാണ്. സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും അംഗലാവണ്യത്തിൻ്റെ കാര്യത്തിലും ഒക്കെ മുൻപന്തിയിലാണ് ഇവിടുത്തെ സ്ത്രീകൾ. ഫ്ലവേഴ്സ് മാത്രമല്ല, ഇവരുടെ തായ്ലൻഡിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫ്രൂട്ട്സും എല്ലാം സിംബോളിക്കായിട്ട് അത് വച്ചിട്ടും മനോഹരമായ ഒരു എന്താ പറയുക, അതിൻ്റെ ഡെക്കറേഷൻസും നല്ല രീതിയിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഫ്രൂട്ട്സിൻ്റെ ഓരോ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ് ഫ്രൂട്ട്സ് കൊണ്ട്. സാധാരണ പൂക്കളല്ലേ കൂടുതൽ കാണുന്നത്, പക്ഷേ ഇവിടെ പൂക്കൾ മാത്രമല്ല പഴവർഗ്ഗങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ഈ കാണുന്നതെല്ലാം തന്നെ തായ്ലൻഡിൽ ഏറ്റവും സുലഭമായി കിട്ടുന്ന ഫ്രൂട്ട്സ് ആൻഡ് കൂടുതലും ഫ്രൂട്ട്സാണ്, കുറച്ച് വെജിറ്റബിൾസും ഉണ്ട്, ക്യാപ്സിക്കം പോലെയുള്ളത്. ബാക്കിയെല്ലാം ഫ്രൂട്ട്സാണ്. ഇതിങ്ങനെ തൂണുകൾ പോലെയാണ് വെച്ചിരിക്കുന്നത്. എന്ത് ഭംഗിയെന്നറിയോ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഇവിടുത്തെ സൗന്ദര്യം. ആഹാ. എവിടേക്ക് തിരിഞ്ഞാലും എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ഇപ്പം മറ്റൊരു ഡാൻസ് ഫോമുമായിട്ട് വേറൊരു കോസ്റ്റ്യൂമിൽ വേറൊരു ഗ്രൂപ്പ് ഓഫ് ലേഡീസ് എത്തിയിട്ടുണ്ട്. ഇതിങ്ങനെ പല ആർട്ട് ഫോംസ്, പലതരം നൃത്തങ്ങൾ ഈ കൾച്ചറൽ ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് പല സ്റ്റേജസിലിങ്ങനെ നടക്കുകയാണ്.
അവരുടെ ഓരോ സ്റ്റെപ്സും കാണാൻ നമ്മൾ അറിയാണ്ട് നമുക്കിങ്ങനെ കൈ കാലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യാൻ തോന്നും. അതുപോലെയുള്ള നൃത്തച്ചുവടുകളുമായി ഇത് വളരെ രസകരമാണ്. ഇവിടുത്തെ ആംബിയൻസും ഈ ഒരു മൂഡും. കഴിഞ്ഞിട്ടുള്ള കാഴ്ചകൾ ഇനി ആ ഭാഗത്തേക്ക് ഞാൻ പോവാണ്. ഇവിടെ ഒരു സ്ഥലം പോലും ഒഴിവില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു സ്പോട്ടിലെത്തുമ്പോൾ അവിടെ എല്ലാ ആൾക്കാരും ഫോട്ടോ എടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ പാടില്ലല്ലോ. ഇത് നോക്കൂ, പൂക്കളും ഫലങ്ങളും ഒക്കെ ആയിട്ട് ഒരു മരത്തിനെയാണ് ഇവിടെ റിപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ത് ഭംഗിയല്ലേ! പാലസിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇതൊരു ക്ഷേത്രം പോലെയാണ്. ഇത് ബുദ്ധയുടെ പല പല സ്റ്റാച്യൂസാണ് നമ്മളിവിടെ കാണുന്നത്, പല ഭാവങ്ങൾ. ഇത് ക്ഷേത്രം പോലെ തന്നെ ഒരു ടെമ്പിൾ പോലെയാണ് ഇവിടെ കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആൾക്കാർ പൈസ, ഡൊണേഷൻസ്, പിന്നെ പൂജാതി കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ടുണ്ട്. നല്ല മണമുള്ള സാമ്പ്രാണിയും ചെറിയ മെഴുകുതിരിയൊക്കെ വെച്ചിട്ട് വിളക്ക് പോലെ അതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാറുണ്ട് ആൾക്കാർ. അത് മേടിച്ച് അപ്പോൾ ഇതൊരു ടെമ്പിൾ ഫീലാണ് ഈ ഭാഗം. ഇവിടെ ഇഷ്ടംപോലെ പൈസ എല്ലാം ഇട്ടിരിക്കുന്നുണ്ട്. ഇത് ബുദ്ധയ്ക്കുള്ള നേർച്ചയാണ്. തായ്ലൻഡിലെ ബുദ്ധിസം ഒരു പ്രധാനപ്പെട്ട റിലിജനാണ്. അതുകൊണ്ട് തന്നെ ധാരാളം ടെമ്പിൾസ് ഉണ്ട് ബുദ്ധയുടെ പേരിൽ. അപ്പോൾ എവിടെയും ഒരു ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് കൾച്ചറിൻ്റെ ഒരു ബ്ലെൻഡാണ് നമ്മൾ ഇവിടെ പല സ്ഥലത്തും കാണാൻ സാധിക്കും. പ്രാർത്ഥിക്കുന്ന സ്ഥലവും കൂടിയാണ്. ഇവിടെ എല്ലാവരും വന്ന് പൈസയൊക്കെ ഇട്ടിട്ട് നമ്മൾ കാണിക്കയിലിടില്ലേ അതുമാതിരി പൈസ ഇട്ട് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കാൻ വന്ന് നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മളുടെ വേറൊരു ലോകത്തേക്ക് നമ്മളെ ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നവരാണ്. നോക്കൂ, അത്ര ഗോൾഡും പിന്നെന്താ പറയുക പ്രഷ്യസ് ആൻഡ് സെമി പ്രഷ്യസ് സ്റ്റോൺസ് ഒക്കെ കൊണ്ട് അലങ്കരിച്ച ബുദ്ധയുടെ പല ഭാവങ്ങൾ. ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ. മേളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ ഷാൻഡലയേഴ്സ്.
കാണുന്ന സ്റ്റാച്യൂസ് എന്ന് പറയുന്ന വെറും സ്റ്റാച്യൂസും പെയിൻറ്റിങ്സും ഇൻട്രിക്കേറ്റ് വർക്ക്സും മാത്രമല്ല, ചുവരുകളെല്ലാം തന്നെ സ്കൾപ്ചർ ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് ഓർണമെൻ്റലായിട്ട്. പിന്നെ ഇങ്ങനെ നമുക്ക് ഇത് ഫുള്ളി കാർപ്പറ്റഡ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. അതുകൂടാണ്ട് ചെയർസ് ഇട്ടിട്ടുണ്ട്, നമുക്കിങ്ങനെ റിലാക്സ് ചെയ്യാം. അയ്യോ എന്തൊരു ഭംഗിയുള്ള സ്ഥലം, നമുക്ക് അറിയാണ്ട് നമ്മൾ റിലാക്സ്ഡ് ആയിപ്പോവും. ഇവിടെ ഇരുന്നു കൊണ്ട് ആ കലാരൂപങ്ങളെല്ലാം കാണുകയും ചെയ്യാം. അതിൻ്റെ ഒരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റിങ്ങും മനോഹരമായ ഈ ഒരു കാഴ്ചകളും വർണ്ണ കാഴ്ചകളും ഇതോടൊപ്പം ബുദ്ധയുടെ ആ ഒരു ഹോളി ആ ഒരു ഭാഗത്തുള്ള ടെമ്പിൾ ഒരു പോർഷനും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ഇതൊരു എത്രിയൽ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതായത് ഇത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല, സ്വർഗ്ഗലോകത്തിരിക്കുന്ന ഒരു പ്രതീതിയാണ്. മനോഹരമായ ഈ ഒരു ആംബിയൻസ്, ഈ ഒരു സ്ഥലം ഇതുകൊണ്ട് മാത്രം കഴിയുന്നില്ല ഇവിടുത്തെ കാഴ്ചകൾ. ബെൻ സുക്കാവതിയുടെ ഇനിയും മനോഹരമായ വർണ്ണ കാഴ്ചകൾ ബാക്കിയുണ്ട്. നമുക്കിനി ആ ഭാഗത്തേക്ക് പോകാം. അപ്പം നിങ്ങൾ കാത്തിരിക്കുക. ഈ ബാൻ സുഖാവതി എന്നുള്ള ഈ മനോഹരമായ പാലസ് കോംപ്ലക്സും ഗാർഡനും ഒക്കെ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇത് ഓൺ ചെയ്യുന്ന ആൾ, ഇതിൻ്റെ ഓണർ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു ഫാമിലി ചിത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അദ്ദേഹമാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് 5 ഭാര്യമാരും അതിലുള്ള കുട്ടികളും ഒക്കെ ആയിട്ടുള്ളൊരു മനോഹരമായ ചിത്രം. ഇതാണ് ആൾ, അതെ, ചെറുമക്കൾ, 5 ഭാര്യമാരും എല്ലാവരും ചേർന്നിരിക്കുന്ന സന്തുഷ്ട കുടുംബം. എന്നാലും ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു ഐഡിയ, ഇങ്ങനെ ഒരു കാര്യം, ഇത്രയും വലിയൊരു പാലസ് കോംപ്ലക്സ് ഉണ്ടാക്കാനും ഇതിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനുമായിട്ട് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു താല്പര്യവും അതിനുവേണ്ടി മുടക്കിയിരിക്കുന്ന എന്തുമാത്രം ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിരിക്കും. പക്ഷേ അതൊരു മനോഹരമായ കാര്യമായി നമ്മളെപ്പോലുള്ള ടൂറിസ്റ്റുകൾക്ക് ഇവിടെ വരാനും കാണാനും ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് രസകരമായ. ബെൻ സുക്കാവതി എന്നുള്ള ഇവിടെ പട്ടായയിലെ പാലസ് കോംപ്ലക്സിൻ്റെ പുറത്തേക്ക് ഞാൻ ഇറങ്ങി വരികയാണ്. എൻ്റെ പിന്നിലേക്ക് നോക്കുക, അതിമനോഹരമായ ഈ പാലസ് കോംപ്ലക്സിൻ്റെ ഒരു പാലസ് ഏരിയ മാത്രമാണത്. ഇത് ഒരു ഭാഗം. ഇനി ഇവിടെ നിന്ന് ഇതൊരു വലിയൊരു ഏരിയയാണ്, ഗാർഡൻസും ബിൽഡിങ്സും ഒക്കെ ആയിട്ട് ഇങ്ങനെ പടർന്ന് കിടക്കുന്ന ഒരുപാട് വിസ്തൃതിയിലുള്ളൊരു സ്ഥലമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ആ ഭാഗത്തേക്ക് പോവുകയാണ്. ആ പാലസിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ വലിയ ഗോൾഡൻ ബുദ്ധയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും മുകളിലേക്ക് ഭയങ്കര വലിയ ഗോൾഡൻ ബുദ്ധ, അതെല്ലാം ആ കാഴ്ചകൾ കണ്ടിട്ട് പിന്നെ ഒരു സ്ഥലത്തേക്ക് പോകണം. ഗോൾഡൻ ബുദ്ധയുടെ ഭാഗത്തേക്ക് പോവാണ് നമ്മൾ, ആ ഒരു പാലസ് ഏരിയയിലേക്ക്. ഇപ്പോൾ ഈ ഒരു ഭാഗം നോക്കും, ഈ ഫൗണ്ടൻസും വെള്ളവും പാം ട്രീസൊക്കെ ആയിട്ട്. ഇതിപ്പോൾ ശരിക്കും ഒരു അറബിക്, ഒരു ഗൾഫ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെയൊക്കെ ഒരു ആറബ് കൊട്ടാരത്തിൻ്റെ പരിസരത്തൂടെ നടക്കുന്ന പോലെ തോന്നും. പക്ഷേ ഇത് മിഡിൽ ഈസ്റ്റ് അല്ല, ഇത് തായ്ലൻഡാണ്. അതാണ് ആ വ്യത്യാസം. പക്ഷേ ഇവിടെയും അങ്ങനെ ഒരു ആംബിയൻസ്, അത്രയ്ക്ക് ഗ്രാൻഡിയറാണ് ഇവിടെ കാര്യങ്ങൾ. ലക്ഷറി അൾട്ടിമേറ്റ് പോലെ തോന്നുന്ന ചില കാഴ്ചകളാണ് ഇതെല്ലാം.
പകലാണെങ്കിൽ ഇവിടെ ഈ പകൽ സമയം നിങ്ങൾ കണ്ടല്ലോ ഗാർഡൻ ഏരിയ, അതെല്ലാം ഫ്ലവേഴ്സാണ്. ഈ എന്താ പറയുക, പൂക്കളുടെ പരവതാനി വിരിച്ചതുപോലെയുള്ള ഈ മനോഹരമായ കാഴ്ചയും ഫൗണ്ടൻസും ഒക്കെ മറികടന്നിട്ടാണ് അത് അങ്ങനെ ചുറ്റപ്പെട്ട് കിടക്കുന്ന പാലസ് കോംപ്ലക്സ് ആണിത്. ആ ഒരു പാലസ്, ഈ നമ്മൾ കയറി വന്ന ഗോൾഡൻ ബുദ്ധ ഇരിക്കുന്ന പാലസ് ഏരിയയിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പൂക്കളുടെ പരവതാനി വിരിച്ച പോലെയുള്ളൊരു അലങ്കാരം. എന്തു ഭംഗിയല്ലേ! ഇവിടെ നല്ല ഒരു സുഗന്ധമാണ്. ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു പ്രത്യേക ഒരു വാസനയാണ് ഈ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ. ചെറിയൊരു സ്ലോ മ്യൂസിക്കും ഒക്കെ ആയിട്ട് തായ് നൃത്തച്ചുവടുകൾക്ക് പറ്റിയ മ്യൂസിക്, അവരുടെ ഒരു മ്യൂസിക്കാണ് ഇവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്, തായ് ട്രഡീഷണൽ മ്യൂസിക്. ഈ തായ് മ്യൂസിക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും നമ്മുടെ മൂവ്മെൻറ്റ്സിന് പോലും ഒരു ഒഴുക്കാണ്. ഞാൻ പോലും അറിയാതെ ഇങ്ങനെ സ്ലോ ആയിട്ടിങ്ങനെ ഏതാണ്ട് പറന്ന് നടക്കുന്ന പോലെയാണ് നടക്കുന്നത്, ഒഴുകി നടക്കുകയാണ്. ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ 6ാമത്തെ നിലയിലാണ് ഗോൾഡൻ ബുദ്ധയുള്ളത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റിലാണ് മുകളിലേക്ക്. ഒരു ഗോൾഡൻ ലിഫ്റ്റ് പോലെയാണ് ലിഫ്റ്റിൻ്റെ എൻട്രൻസും കാണുന്നത്. യു ക്യാൻ വർഷിപ്പ് ദ ഗോഡസ് ഓഫ് മേഴ്സി ഓൺ ദ 6th ഫ്ലോർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബുദ്ധയെ പ്രാർത്ഥിക്കാനായിട്ട് 6ാമത്തെ നിലയിലേക്ക് പോകും. സിക്സ്ത് ഫ്ലോറിലെത്തി.